الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى صدق الله العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ ആദ്യമായി ഓരോരുത്തരെയും എന്നെയും വസിയത്ത് നൽകുന്നു. കഴിഞ്ഞ ഖുതുബയിൽ മഹ്ശറയിൽ തണൽ ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ച സൂചനയാണ് നൽകിയത്. നമ്മളൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു ഒരാളെയും വിട്ടുപോകാതെ ഒരുമിപ്പിച്ചു കൂട്ടുന്ന ഇടമാണ് മഹ്ശറ. ഒരാൾ പോലും വിട്ടുപോകാതെ നമ്മുടെ അടുക്കൽ ഹാജരാക്കപ്പെടും. മഹ്ശറയെ സംബന്ധിച്ച് ഖുർആനിൽ ഒരുപാട് പരാമർശങ്ങളുണ്ട്. തീഷ്ണമാണ് മഹ്ശറ, വളരെ ഗൗരവമുള്ളതാണ് മഹ്ശറ എന്നൊക്കെ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കി. ആ മഹ്ശറയിൽ വളരെ പ്രയാസപൂരിതമായ ഒരു ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തണൽ നൽകുന്ന 7 വിഭാഗം ആളുകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചിരുന്നു. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. അല്ലാഹുവിന്റെ തണലില്ലാതെ മറ്റൊരു തണലും ഇല്ലാത്ത ഘട്ടത്തിൽ 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു തആല തണൽ നൽകുന്നു. അങ്ങനെ ആ 7 വിഭാഗം ആളുകളിൽ ഒരു വിഭാഗം ഇമാം ആദിൽ, നീതിമാനായ ഭരണാധികാരി. അത് സംബന്ധമായിട്ടാണ് കഴിഞ്ഞ ഖുതുബ നമ്മൾ നിർവഹിച്ചത്, മനസ്സിലാക്കിയത്. അഥവാ നീതി കാണിക്കണമെന്നും തൻ്റെ കീഴിലുള്ളവരോട് ഉത്തരവാദിത്തം നിർവഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്കാണ് മഹ്ശറയിൽ തണൽ കിട്ടുക. എന്നാൽ ഇസ്ലാമിൽ വളരെ സുപ്രധാനമായ ഒരു ഘടകമാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ ഖുലഫാഉർ റാഷിദുകളൊക്കെ അവർ നീതി നിലനിർത്താൻ വേണ്ടി തീവ്രമായ ശ്രമം നടത്തിയത്. ഖുലഫാഉർ റാഷിദുകൾ എന്നല്ല, ഇസ്ലാമിന്റെ വളരെ സുപ്രധാനമായ ഒരു സവിശേഷത നീതി പാലിക്കുക എന്നതാണ്. എല്ലാവരോടും നീതി കാണിക്കുക. കാരണം അല്ലാഹു തആല നീതിമാനാണ്, അവൻ നീതിമാന്മാരെ ഇഷ്ടപ്പെടുന്നു. ഇസ്ലാം നീതി നടപ്പാക്കാനാണ്, ഭൂമിയിൽ നീതി നടപ്പാക്കാനുള്ളതാണ്.
ആ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ ഇബാദത്തിൽ വളർന്ന യുവാവ് എന്നാണ്. യുവത്വ കാലഘട്ടം, പ്രസരിപ്പുള്ള ഒരു കാലം, അള്ളാഹുവിന്റെ ഇബാദത്തിൽ ചെലവഴിച്ച ആളുകൾ. ഇത് നമ്മൾ ശരിക്കും ഈ വിഷയം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. നമുക്കറിയാം, ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രസരിപ്പുള്ള ഒരു കാലം, ഏറ്റവും ഊർജ്ജസ്വലമായ ഒരു കാലം യുവത്വ കാലഘട്ടമാണ്. അല്ലെങ്കിൽ കുട്ടിക്കാലം കഴിഞ്ഞ് ശാരീരിക ശേഷി നേടിയെടുത്ത യുവാവായിരിക്കുന്ന ഘട്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റൂമിൽ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു അല്ലദീ ഖലഖക്കും മിൻ ളാഫ് സുമ്മ ജഅല മിൻ ബഅദി ളാഫിൻ ഖുവത സുമ്മ ജഅല മിൻ ബഅദി ഖുവത്തിൻ ളാഫൻ വശൈബ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബലഹീനമായ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനാകുന്നു. പിന്നെ ആ ബലഹീനതയ്ക്ക് ശേഷം അവൻ ശക്തി ഉണ്ടാക്കി. പിന്നെ ആ ശക്തിക്ക് ശേഷം ബലഹീനതയും നരയും ഉണ്ടാക്കി. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. അവൻ സർവജ്ഞനും സർവശക്തനുമാണ്. നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒന്നിനും പറ്റാത്ത, സ്വയം ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു കുഞ്ഞിനെ പോലെയാണ് അള്ളാഹു സൃഷ്ടിച്ചത്. കലക്ക് കുഞ്ഞുള്ളാഹു നടക്കാൻ പറ്റൂല, ഓടാൻ പറ്റൂല, വർത്തമാനം പറയാൻ കഴിയാത്ത വളരെ ദുർബലനായ ഒരു കുഞ്ഞിനെയാണ് അള്ളാഹു സൃഷ്ടിച്ചത്. പക്ഷെ ആ ദുർബലനായ കുഞ്ഞാണ് പിന്നീട് ആ ദുർബലക്ക് ശേഷം പിന്നെ ശക്തനായ, ശക്തിയുള്ള, സ്വയം പര്യാപ്തനായ, ആരോഗ്യമുള്ള, യുവത്വമുള്ള ഒരാളാക്കി ആ കുഞ്ഞിനെ അള്ളാഹു മാറ്റി. പക്ഷേ മനസ്സിലാക്കണം, ഈ ശക്തമായ കാലത്തിന് ശേഷം വീണ്ടും അള്ളാഹു ഒരു ദുർബലാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരും. അതേപോലെ യുവത്വം കൊണ്ടുവരുവാൻ അവൻ ഉദ്ദേശിച്ച പോലെയാണ് സൃഷ്ടിക്കും. നമുക്കറിയാം, നല്ല ആരോഗ്യാവസ്ഥ വരുന്നു, പിന്നെ യുവാവാകുന്നു, പിന്നീട് നമ്മുടെ കൗണ്ടൗൺ, നമുക്ക് ആരോഗ്യം ഇങ്ങനെ കുറഞ്ഞ് വീണ്ടും വളരെ ദുർബലാവസ്ഥയിൽ അർദ്ധരായി മാറും. പ്രായാധിക്യത്തില് ഒന്നും ചെയ്യാൻ പറ്റാത്ത കുട്ടിയുടെ അവസ്ഥയിലേക്ക് വരും. സൂറത്ത് യാസീനിൽ പറയുന്നുണ്ട്, അവർക്ക് ദീർഘായുസ് നൽകാൻ പിന്നെ പ്രകൃതി കീഴ്മേൽ മറിയും. നമ്മളെ കൂട്ടത്തിലൊക്കെ ഇരിക്കുന്ന വളരെ പ്രായമുള്ള ആളുകൾ, അവരെ കുറിച്ച് ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ടത്, ഒരു കാലത്ത് വളരെ ഉഷാറായി ഓടിച്ചാടി വളരെ ചടുലമായി പ്രവർത്തിച്ചിരുന്ന യുവാക്കളായിരുന്നു അവരൊരു കാലത്ത്. കുറച്ച് കഴിയുമ്പോ നമ്മളാരും ആഗ്രഹിക്കാതെ തന്നെ വാർദ്ധക്യത്തിലേക്ക് വരികയാണ്. നമ്മളാരും ആഗ്രഹിക്കാത്ത രൂപം നമ്മളിലേക്ക് ഇങ്ങനെ വരും. നമ്മള് ഒരാളും വിചാരിച്ചിട്ട് കാര്യമില്ല, എത്ര മേക്കപ്പ് ചെയ്താലും ശരി, നമ്മുടെ ശരീരം ദുർബലമായിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു ഘട്ടത്തിൽ അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യും. അപ്പൊ ശരിക്കും നമ്മുടെ ജീവിതത്തിലെ നല്ലൊരു ഘട്ടമാണ് യുവത്വ ഘട്ടം. ഈ ഹദീസിൽ റസൂൽ പറയുന്നത്, ആ യുവത്വമുള്ള പ്രസരിപ്പുള്ള കാലഘട്ടം അള്ളാഹുവിന്റെ ഇബാദത്തിലും പടച്ചവനെ അംഗീകരിച്ചും ജീവിക്കുന്ന യുവത്വ കാലഘട്ടമായി ചെലവഴിക്കാൻ അത് നാളെ മഹ്ശറിൽ തണൽ കിട്ടുന്നതിന് കാരണമാകും. കാരണം ഒരു പ്രായാധിക്യമുള്ള ആള് അല്ലെങ്കിൽ മധ്യവയസ്കനായ ഒരാള് അയാൾ ചെയ്യുന്ന ഇബാദത്തിനേക്കാൾ വിലയുണ്ടായിരിക്കും ഒരു ചെറുപ്പക്കാരൻ അള്ളാഹു നിർവഹിക്കുന്ന ഇബാദത്തുകൾക്ക്. കാരണം അയാൾ പ്രസരിപ്പുള്ളപ്പോൾ, ചടുലമായി പ്രവർത്തിക്കാൻ കഴിവുള്ളപ്പോൾ, ഏത് തെറ്റിലേക്കും പോകാൻ സാധ്യത ഉള്ള ഒരു ഘട്ടത്തിൽ അയാൾ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയാണ്.
ഒരു ഉറക്കം കിട്ടാത്തൊരു മനുഷ്യൻ രാവിലെ എങ്ങനെയോ കുറെ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് അയാൾ തഹജ്ജുദോ സുബഹിയോ നിസ്കരിക്കുന്ന പോലെ അല്ല. നല്ല ആരോഗ്യത്തോടു കൂടി ക്ഷീണിച്ച് കിടന്നുറങ്ങി ഈ തണുപ്പത്ത് എഴുന്നേറ്റ് സുബഹിക്ക് പള്ളിയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ പോകുന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും കിട്ടുന്ന പ്രതിഫലത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ ചെറുപ്പക്കാരന് കൂടുതൽ പ്രതിഫലമുണ്ട്. അതുകൊണ്ടാണ് അയാൾക്ക് പ്രത്യേകം ഭക്ഷണയിൽ തണൽ കൊടുക്കുന്നു പറഞ്ഞത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യുവാക്കൾ ചിലത് കാര്യങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് അതപ്പം തന്ന ഇപ്പോഴുള്ള ഈ സമയം എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ട ഒരു സമയമാണ്. ഒരു ദേശം അവസാനം ഭയപ്പെട്ട് ജീവിതത്തെ ഇസ്ലാമികമായി നയിച്ചാൽ വലിയ ബമ്പർ നിൽക്കുന്ന പോലെ. പല ആളുകളും കരുതാൻ ഞാൻ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇസ്ലാമാകാൻ വിചാരിച്ച അപ്പം ചെയ്യുന്ന ഇസ്ലാമിന് മാർക്ക് കുറവാണ്. പ്രായമുള്ളവരെ വിഷമിപ്പിക്കാൻ പറയില്ല, അതൊക്കെ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് അള്ളാഹു ചെയ്തിരിക്കും. പക്ഷെ ഇസ്ലാമികമായ ജീവിതവും ഇബാദത്തൊക്കെ വയസ്സാകാലത്ത് ചെയ്താൽ മതി എന്നുള്ളൊരു ധാരണ ചില സമൂഹങ്ങളിലുണ്ട്. അപ്പൊ നമ്മള് ഹജ്ജൊക്കെ എങ്ങനെയാണ്? ഹജ്ജൊക്കെ ചെയ്യേണ്ടത് ശരിക്കും ചെറുപ്പക്കാരാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഈ ഹജ്ജിൽ തന്നെ ചില വല്ലൊക്കെ ഉണ്ടല്ലോ, ചടുലമായി ഓടലും പ്രകടനം പ്രകടിപ്പിക്കലൊക്കെ ഉണ്ട്. അതായത് സാഹിന്റെ ഘട്ടത്തിൽ ഓടുന്ന ഘട്ടമുണ്ട്. തവാഫിൽ ആദ്യ ഘട്ടത്തിൽ വളരെ ഉഷാറ് തവാഫ് ചെയ്യാൻ പറയുന്നുണ്ട്. കാരണം ഈ ഹജ്ജ് നിർവഹിക്കുന്നത് ചെറുപ്പക്കാരുടെ സംഘമാണെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതൊന്നും ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഇവിടെ നാട്ടിൽ നിന്നൊക്കെ വയസ്സായി പിന്നെ ഏതായാലും ഈ ഹജ്ജ് ചെയ്യാനായി എന്ന് കരുതി ഹജ്ജിന് പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചെറുപ്പക്കാരായ ആളുകൾ മനസ്സിലാക്കേണ്ടത് അവര് ഇബാദത്ത് ചെയ്താൽ അല്ലാഹുവിന്റെ അടുക്കൽ വളരെ വലിയ പ്രതിഫലമാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം സൂറത്തുൽ കഹ്ഫിലും ശരിയായിരിക്കും. അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞെടുത്ത് ആ അസ്ഹാബുൽ കഹ്ഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറഞ്ഞത് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബി റബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവരൊരു പിടി ചെറുപ്പക്കാരായി. അസ്ഹാബുൽ കഹ്ഫി ചെറുപ്പക്കാരാണ്. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ച ചെറുപ്പക്കാരായിരുന്നു അസ്ഹാബുൽ കഹ്ഫി. അവർക്ക് അല്ലാഹു നേർവഴിയിൽ വമ്പിച്ച വളർച്ച നൽകി. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സഹാബാക്കളെ കുറിച്ച് ശരിക്കും ഒന്ന് ആഴത്തിൽ പഠിക്കണം. ഞങ്ങളൊന്നും വിചാരിച്ച പോലുള്ള ഒരു മജ്ലിസല്ല റസൂലിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന അല്ലെ റസൂലിന്റെ സദസ്സ് മുഴുവൻ ചെറുപ്പക്കാരാണ്. മക്കയിലുണ്ടായിരുന്ന കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് വിശ്വസിച്ച ആളുകളിൽ നിങ്ങളുടെ തെറ്റിദ്ധരിച്ചോടെ 95% ആളുകൾ 35 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ്. അതായത് റസൂലിൽ അന്ന് വിശ്വസിച്ച 40ന്റെ മുകളിൽ ഉണ്ടായിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, റസൂല്, അങ്ങനെ 3-4 ആളുകളെ. നമ്മളൊക്കെ വലിയ ആളായിട്ടൊക്കെ കരുതിയിരുന്ന ആളുകൾ അവരൊക്കെ ഇസ്ലാമിന് വേണ്ടി ത്യാഗം സമർപ്പിക്കുന്ന ഘട്ടത്തിൽ അവരൊക്കെ 20കളുടെ താഴെ 30കളുടെ താഴെ പ്രായമുള്ളവരായിരുന്നു. 26ന്റെ പ്രായത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പോലെയുള്ളവർ. അല്ലാതെ റസൂൽ വഫാത്താകുന്ന സമയത്ത് പോലും അലി റളിയല്ലാഹു അൻഹു 40 വയസ്സായിട്ടില്ല, 30കളുടെ പ്രായം. ഇവര് അധിക പേരും 50% ആളുകളും 20 വയസ്സിന്റെ ഘടനയിലുള്ളവരായിരുന്നു. ഇസ്ലാമിക സൈന്യത്തിന്റെ ലീഡർഷിപ്പ് റസൂല് ഏൽപ്പിക്കുമ്പോൾ ചില സഹാബാക്കളുടെ പ്രായം 19 വയസ്സൊക്കെ എന്ന് പറഞ്ഞാല് മക്കയിൽ നല്ലൊരു കാഴ്ച. റസൂല് കുറെ ചെറുപ്പക്കാർ, അപ്പുറത്ത് ഉത്തുബത്ത്, ഷൈബത്ത്, അബൂജഹൽ, ഇവരൊക്കെ പ്രായമുള്ള കുറെ വയസ്സന്മാർ. ഈ ചെറുപ്പക്കാരാണ് ഇസ്ലാമിനെ വളർത്തിയത്. അതുകൊണ്ടാണ് നമ്മൾ ബദർ യുദ്ധത്തിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടായതോടൊപ്പം തന്നെ വേറെ പ്രത്യേകതയുണ്ട്. ബദറിൽ റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്നത് യുവാക്കളുടെ സംഘമാണ്. അപ്പുറത്തെ അങ്ങനെ പ്രായമുള്ളവരുടെ സംഘവുമായിരുന്നു പോയ. കാരണം യുവാക്കൾ അവരെ പ്രവാചകൻ വളരെയേറെ പ്രോത്സാഹിപ്പിച്ചിരുന്നു യുവാക്കൾ എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും റസൂല് ഇൽമ പകരാൻ വേണ്ടി തെരഞ്ഞെടുത്തത് നന്ന ചെറിയപ്പക്കാരായ ആളുകളെയാണ്.
അതായത് അബ്ദുല്ലാഹിബ്നു ഉമർ, അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഈ മൂന്ന് അബ്ദുള്ളമാരെ റസൂല് വീട്ടിൽ വളർത്തുകയാണ്. ഇബ്നു ഉമർ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി വഫാത്താകുമ്പോൾ വയസ്സ് 13. 13 വയസ്സാണ്. റസൂല് വഫാത്താകുമ്പോൾ 13 വയസ്സാണ്. ആ 13 വയസ്സുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയിൽ നിന്ന് ഇസ്ലാം പഠിച്ചിട്ട് ലോകത്തിന് പിന്നീട് ഇസ്ലാം കൊടുക്കുന്നത്. അതായത് അതിന്റെ ഒരു ഗുണമുണ്ടായതാണ്, റസൂല് വഫാത്താകുമ്പോൾ ഇബ്നു അബ്ബാസിന് 13 വയസ്സ്. റസൂല് വഫാത്തായതിനു ശേഷം 55 കൊല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജീവിച്ചു. എന്ന് പറഞ്ഞാൽ റസൂലിനെ കണ്ട സഹാബി റസൂലുള്ളാഹിക്ക് ശേഷം 1/2 നൂറ്റാണ്ടിലേറെ കാലം അവരുടെ ഇടയിൽ ജീവിക്കുകയാണ്. അപ്പൊ പറയാനുള്ളത്, ഞാൻ റസൂലിനെ കണ്ടു എന്ന് മാത്രമല്ല, റസൂലിന്റെ വീട്ടിലാണ് താമസം. റസൂല് തഹജ്ജുദിന് എഴുന്നേൽക്കുമ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കും. റസൂൽ എന്ത് പറയണം ഇങ്ങനെ കുത്തിയെടുക്കും. ആ കുട്ടിക്ക് മൊബൈൽ നോക്കാനും ഇല്ല, വാട്സപ്പ് നോക്കാനും ഇല്ല, ഫേസ്ബുക്ക് നോക്കാനും ഒന്നും ഇല്ലല്ലോ. ഇതെങ്ങനെ ഒപ്പിയെടുക്കുകയാണ് ഈ 3 കുട്ടികളും. അവരാണ് പിന്നീട് ഇസ്ലാമിക ലോകത്തിന് പ്രവാചകന്റെ സന്ദേശം പ്രചരിപ്പിച്ചു കൊടുത്തത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യുവാക്കൾ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള സമുദായം മുസ്ലിം സമുദായം. ലോകത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും വലിയ പ്രത്യേകത, ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മതം ക്രിസ്തു മതമാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുടെ യൂത്തുള്ള സമൂഹം ഇസ്ലാമിക സമൂഹമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമോഫോബിയ വരുത്തുന്നത്. കാരണം മുസ്ലിങ്ങൾ വരുമോ എന്നുള്ള പേടി അവർക്കുണ്ട്. കാരണം യുവാക്കളുടെ സംഘമാണത്. ലോകത്ത് നടന്ന വിപ്ലവങ്ങൾക്കൊക്കെയും നേതൃത്വം കൊടുക്കുന്നത് യുവാക്കളാണ്. അതുകൊണ്ട് യുവാക്കളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞു, മജ്‌ലിസിലൊക്കെ ഉള്ള പ്രായമുള്ള ആളുകളോട് ചെറുപ്പക്കാരെ ലക്ഷ്യം വെച്ച് വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. അവരെ പ്രോത്സാഹിപ്പിക്കണം. പല പള്ളി കമ്മിറ്റികളിലൊക്കെ പോയി ഒക്കെ പ്രായമുള്ള കുറേ തന്താര ഒക്കെ മാറിക്കണം. എന്നിട്ട് മുഴുവൻ ചെറുപ്പക്കാരെ പള്ളിയുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് അവര് ചെറുപ്പത്തിൽ തന്നെ പള്ളി നടത്താനും മഹല് നടത്താനൊക്കെ മുന്നോട്ട് വരാം. സ്ഥാപനങ്ങളുടെ ഭാരവാഹിത്വങ്ങൾ അവരെ ഏൽപ്പിക്കണം. ചെറുപ്പക്കാർക്ക് വഴി നമ്മൾ വഴി തുറന്നു കൊടുക്കൂല. അപ്പൊ ചെറുപ്പക്കാരൻ വേണ്ടാത്ത വഴിക്ക് പോകും. ചെറുപ്പക്കാർ സ്വാഭാവികമായും തെറ്റുകുറ്റങ്ങളിലേക്ക് പോകുക. നമ്മളൊക്കെ ചെറുപ്പത്തിലാവുന്ന കാലത്ത് ഉണ്ടായിട്ടുണ്ടാവുന്ന നല്ല മനസ്സിലാവും. പക്ഷെ എന്നിട്ട് പുതിയ കാലത്ത് ചെറുപ്പക്കാർ ഒരുപാട്, ഞാൻ എന്റെ കുട്ടിക്കാലത്ത് ശരിക്കും ഓർമ്മയുണ്ട്. സുബഹിക്കാര് പള്ളിക്ക് ചെന്ന് നോക്കിയാൽ 70-60 കഴിയാത്ത പോലെ അതിന്റെ താഴെയുള്ള ഒരാളെ ഞാൻ ചെറുപ്പത്തിൽ കണ്ടു. പിന്നെ നമ്മൾ കുട്ടികളും ഉണ്ടാവും, ചെറിയ കുട്ടികളുണ്ടാവും. 8 ആൾക്കാരെ കൂടെ നിൽക്കാൻ അവസരം അപ്പോഴാണ്. അതേസമയം ഒരു 15-ന്റെയും 40-ന്റെ ഇടയിലുള്ള ഒറ്റ പള്ളി അന്നുണ്ടായിരുന്നില്ല. ഇന്ന് മാറി. ഇന്ന് ചെറുപ്പക്കാരാണ് പള്ളികളിൽ കുറെ ഉള്ളത്. മറ്റേ ചെറുപ്പക്കാർ പള്ളിയിൽ പോകില്ലായിരുന്നു. സത്യം ഞാൻ പറഞ്ഞു, ചെറുപ്പക്കാർ പള്ളിയിൽ പോകില്ലായിരുന്നു. എന്നിട്ട് ഇപ്പോഴുള്ള പ്രായമുള്ള ചെറുപ്പക്കാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പോഴുള്ള ചെറുപ്പക്കാരെക്കാൾ മോശമായിരുന്നു നമ്മൾ ചെറുപ്പമായിരുന്ന കാലത്ത് ആലോചിക്കണം. അവ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കണം, അവരെ കൊണ്ടുവരണം, അവരെ വളർത്തണം, അവർക്ക് അവസരങ്ങൾ കൊടുക്കണം. മാത്രമല്ല അവരെ തെറ്റായ വഴിയിലേക്കും അവരെ കുറ്റപ്പെടുത്തിയിട്ടും ഇങ്ങനെ അവരുടെ പുതിയ കാലഘട്ടത്തെ കുറിച്ചൊന്നും പഠിക്കാതെ നമ്മൾ വർത്തമാനം പറഞ്ഞിട്ട് അവരെ വീണ്ടും തെറ്റിലേക്ക് നയിക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മളെന്താ ചെയ്ത് കുഴപ്പമില്ല, നോ 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 എന്ന് മാത്രമേ പറയുള്ളൂ. അത് ചെയ്യാൻ പാടുണ്ടോ പാടില്ല, അത് ചെയ്യാൻ പാടുണ്ടോ പാടില്ല, കലാപരിപാടി നടത്താൻ പാടുണ്ടോ പാടില്ല, അത് ചെയ്യാൻ പാടുണ്ടോ പാടില്ല. ഈ പാടില്ലാക്ക് പകരം പാടുള്ളത് നമ്മൾ അവതരിപ്പിക്കുന്നുണ്ടോ? ഇല്ല. നോ നോ എന്ന് പറയും, പക്ഷെ ഉള്ളത് അവതരിപ്പിക്കുന്നില്ല മുസ്ലിം സമുദായം. ചെറുപ്പക്കാരെ നിലനിർത്താൻ പറ്റുന്ന സംവിധാനങ്ങളും സാഹചര്യങ്ങളും അവരുടെ പ്രകൃതിയെ ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള ഇസ്ലാമിക മുന്നേറ്റങ്ങളും നമ്മുടെ ഇടയിൽ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പൊ ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന നിലപാടുകളിലേക്ക് നമ്മൾ വരാം. ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ പ്രസരിപ്പുള്ള കാലത്ത് തെറ്റിലേക്ക് പോകാൻ നല്ല സാഹചര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദാചാരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ ഫലതതബ്ബജ് വഇന്നഹു അഅദു ലിൽബശർ വഅഹ്സനു ലിൽഫർജ് വമൻ ലം യസ്തതി ഫഅലൈഹി ബിസ്സൗം വഇന്ന ലഹു ബിദാ. ചെറുപ്പക്കാരുടെ യുവാക്കളുടെ സംഘമേ, യാ മഅ്ശറ ശബാബ്,
വിവാഹം കഴിക്കാൻ നിങ്ങൾ എപ്പോ യോഗ്യരായ ഉടനെ വിവാഹം കഴിച്ചത്. ഇനി നമ്മുടെ സൊസൈറ്റിയിലുള്ള ഏറ്റവും വലിയൊരു തകരാറുണ്ട്. ചെറുപ്പക്കാരെന്താ വിവാഹം കഴിക്കണേ? ഈ 30 വയസ്സ്. ഇത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല. മനുഷ്യ പ്രകൃതിയിൽ 15 വയസ്സ് കഴിയുമ്പോഴേക്കും വിവാഹത്തിനുള്ള പ്രകൃതി മറ്റൊരു ജീവി എന്ന നിലക്ക് വരുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് 21 അത് അങ്ങേയറ്റം നീട്ടിപ്പിടിച്ച ഒരു സംഗതിയാണ്. 21 വയസ്സിനുള്ളത് രാജ്യത്തെ ഗവൺമെന്റ് നീട്ടിപ്പിടിച്ചു വെച്ചതാണ്. 21 മുമ്പാണ് വിവാഹം നടക്കേണ്ടത് ശരിക്കും. പക്ഷെ രാജ്യത്തിന്റെ ചില നിയമം അനുസരിച്ച് നമ്മളത് അംഗീകരിക്കുന്നു. പക്ഷെ 21 വെച്ചിട്ട് പിന്നെ നമ്മളായിട്ട് പിന്നെ നീട്ടിവെക്കാൻ പാടില്ല. അങ്ങനെ വിവാഹങ്ങൾ പുരുഷന്മാരെ നീട്ടിവെക്കുന്നത് വലിയ സാമൂഹിക ദോഷം ചെയ്യും. പല സാമൂഹിക പ്രശ്നങ്ങളും സൃഷ്ടിക്കും. എന്ന് പറഞ്ഞാല് മനുഷ്യ പ്രകൃതിയിൽ ദാമ്പത്യ ജീവിതം ലൈംഗിക ജീവിതം നയിക്കാൻ അവരുടെ പ്രകൃതി അവരെ പ്രേരിപ്പിക്കാൻ. അപ്പോഴാണ് നാട്ടിലേതോ നാട്ടാചാര പ്രകാരം കല്യാണമായിട്ടില്ല 25 കഴിഞ്ഞ് 26 കഴിഞ്ഞ് 28 കഴിഞ്ഞ് 30 32 പോകും. സ്വാഭാവികമായും മാനസിക സമ്മർദ്ദങ്ങൾ മനുഷ്യ പ്രകൃതിക്ക് പറ്റാത്ത നിലപാട് ചെറുപ്പക്കാർക്ക് വരുന്നു. ചിലരായി പറയുന്ന പഠിപ്പ് കഴിയണം, പഠിച്ച ജോലി കിട്ടണം, ജോലി കിട്ടാൻ കിട്ടണം, പിന്നെ കാശ് കിട്ടണം, തൊക്കാവണം എന്നാണ്. അത്രക്കൊന്നും വിദ്യയൊക്കെ ഉണ്ടായില്ല. വീട്ടിൽ കാശുണ്ടെങ്കിൽ മറ്റു സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മക്കളെ വിവാഹം നേരത്തെ കഴിക്കണം. നേരത്തെ വിവാഹം കഴിച്ചാൽ 2-3 ഗുണങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് നേരത്തെ മക്കളുണ്ടാകും. അത് അവരുടെ ജീവിതത്തെ വളരെ സഹായിക്കും. 2, നേരത്തെ വിവാഹം കഴിച്ചാൽ ഇണയുമായുള്ള ബന്ധം സുദൃഢമായിരിക്കും. ഇപ്പൊ എന്താ പറഞ്ഞ 2 ബിംബങ്ങൾ 2 കമ്പാർട്ട്മെന്റിൽ തമ്മിലാണ് വിവാഹം നടക്കുന്നത്. പുരുഷൻ വലിയൊരു പ്രായമായി, സ്ത്രീക്ക് ഒരുപാട് പ്രായമായി. ഇവര് തമ്മിൽ യോജിക്കില്ല. യോജിക്കേണ്ട പ്രകൃതിപരമായ ഒരു പ്രായത്തിൽ ദമ്പതികളായി തീരുമ്പോൾ ആ ദാമ്പത്യ ബന്ധം ഊഷ്മളമാണ്. ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിപ്പോ ഈ വിഷയത്തിൽ അധികം ശരിയെച്ച് പറയേണ്ടതില്ല. പക്ഷെ നമ്മുടെ സമുദായം പോലും ഇപ്പൊ നീട്ടി ഒക്കെ 32-33 പോകുക. അപ്പോഴേക്കൊക്കെ മക്കളും ഇതൊക്കെ ആവേണ്ട കാര്യം. ഞാൻ പറയുന്നത് റസൂല് പറയാണ്, അത് നിങ്ങൾ ചെയ്യണം. വിവാഹത്തിന്റെ യോഗ്യത എത്തിക്കഴിഞ്ഞാൽ ഉടനെ വിവാഹം കഴിക്കണം. അത് നിങ്ങളുടെ നോട്ടം താഴ്ത്തുന്നതിനും നിങ്ങളുടെ ചാരിത്ര സംരക്ഷണത്തിനും അത് സഹായകമാണ്. ഇനി അതിന് കഴിയാത്ത വല്ലവരുണ്ടെങ്കിൽ ചില പ്രകൃതി പ്രതിഭാസം കൊണ്ടെങ്കിൽ സാഹചര്യം കൊണ്ടോ കല്യാണം കഴിയാത്തവരുണ്ടെങ്കിൽ മുമ്പ് നോക്കുകയും ചെയ്യണം എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അപ്പൊ പറഞ്ഞു വന്നെന്താ തീർച്ചയായിട്ടും നമ്മുടെ ഈ യുവത്വ കാലഘട്ടത്തിൽ ശരിക്കും ഉപയോഗപ്പെടുത്തണം. ദീനിയായിട്ട് പഠിക്കാൻ കഴിയണം. നമ്മൾ വിദ്യാഭ്യാസമുള്ളവരാണ് ചെറുപ്പക്കാരൊക്കെ. കുറച്ച് ദീനിയായി പഠിക്കണം. ഇസ്ലാമികമായ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കണം. പലപ്പോഴും ചെറുപ്പക്കാർ വഴിതെറ്റി പോകുന്നത് തെറ്റായ കൂട്ടുകെട്ടിലൂടെയാണ്. നിങ്ങൾ മദ്യപാനത്തിற்கு അഡിക്റ്റായ ആളുകളോട് സംസാരിച്ചു, മദ്യം നല്ല സാധനമാണ്, ഇന്ന് നാളെ കുടിക്കാൻ വെച്ചിട്ട് കുടിക്കാൻ തുടങ്ങിയതല്ല. ഇവന്റെ കൂട്ടുകെട്ടിൽ പെട്ടുപോയി കുടിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ചെറുപ്പക്കാരുടെ നിങ്ങൾ സൂക്ഷിക്കണം. ഈ പ്രായത്തിൽ നല്ല സുഹൃബന്ധങ്ങൾ ഉണ്ടാക്കണം. ഒരാളെ കുറിച്ച് ചോദിക്കണം, അവന്റെ കൂട്ടുകാരനെ കുറിച്ച് ചോദിച്ചാൽ മതിയാണ്. എന്നാൽ ഇവനെ കുറിച്ചുള്ള എല്ലാ അറിവും ആ കൂട്ടുകാരന്റെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാക്കണം. പലപ്പോഴും തെറ്റായ കൂട്ടുകെട്ടുകളിൽ പോകുന്നതിന് പകരം ഇസ്ലാമികമായ കൂട്ടുകെട്ടുകളിൽ നമ്മൾ പോകേണ്ടത്. അല്ലാഹു റസൂൽ പറഞ്ഞു, ഈ യുവത്വ കാലഘട്ടം നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തിയ വിജയം. റസൂൽ പറഞ്ഞു, 5 കാര്യങ്ങൾക്ക് മുമ്പായി 5 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിന്റെ വാർദ്ധക്യത്തിന് മുമ്പ് നിന്റെ യുവത്വ കാലഘട്ടം നീ ശരിക്കും ചെലവഴിക്കുക. ഈ വാർത്തയിൽ മാത്രമല്ല, ആരോഗ്യപരമായിട്ടും വിവാഹം, ജോലി, സമ്പാദ്യം, ഇതിലൊക്കെ യുവത്വ കാലഘട്ടം ശരിക്കും ഉപയോഗപ്പെടുത്തണം. അപ്പോഴും മനസ്സിലായി. ചെറുപ്പക്കാരൊക്കെ കാണുന്നുണ്ട്, നന്നായി സമ്പാദിക്കുന്നുണ്ട്, നന്നായി ദൂരത്തടിച്ച് ചെലവഴിച്ച് കളയുന്നു. ചിലർക്കാരുടെ കാശ് ഉണ്ടാക്കുന്നത് അങ്ങ് തോന്നി. തനിക്ക് ഇനി ഒരു കാലം വരാണ്ടെന്നുള്ള ബോധമില്ല. തനിക്ക് സമ്പാദിച്ചു കുറച്ച് തനിക്ക് ഒരു ജോലി എടുക്കാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു കാലം വരുന്നുള്ള ബോധമില്ല. അപ്പൊ ആരുടെയെങ്കിലും മുമ്പിൽ ദയനീയമായി കൈ നിൽക്കേണ്ട അവസ്ഥ വരരുത്. യുവത്വ കാലഘട്ടത്തിൽ നന്നായി സമ്പാദിച്ച് അത് നന്നായി ജോലിയെടുത്ത് തന്റെ വാർദ്ധക്യ കാലത്തിന് വേണ്ടി ഒരു കൂട്ടി വെക്കണം. വാർദ്ധക്യം എന്നതൊരു യാഥാർത്ഥ്യ.
ഇപ്പൊ നിങ്ങൾ കാണുന്ന വൃദ്ധന്മാർ പണ്ട് ചെറുപ്പക്കാരായിരുന്നു എന്ന് ആലോചിക്കണം. കുറച്ച് കാലം കഴിയുമ്പോ പെട്ടെന്ന് കഴിയുന്നത് നമ്മൾ പെട്ടെന്ന് വാർദ്ധക്യത്തിലേക്ക് നമ്മൾ കിട്ടും. അതുകൊണ്ട് നിന്റെ രോഗാവസ്ഥക്കും ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തണം. നിന്റെ ദാരിദ്ര്യത്തിന് മുമ്പ് ഐശ്വര്യത്തെ ഉപയോഗപ്പെടുത്തണം. നിന്റെ തിരക്കിന് പകരം മുമ്പ് നിന്റെ ഒഴിവുവേളകൾ നീ ഉപയോഗപ്പെടുത്തണം. മരണത്തിന് മുമ്പ് നിന്റെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തണം. അപ്പൊ ആ യുവത്വ കാലഘട്ടം ആ രൂപത്തിൽ നമ്മൾ ചെലവഴിക്കാൻ കഴിയും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, യുവാവായ ഒരാൾ സുബഹിക്ക് വന്നാൽ നല്ല മാറ്റം. നമ്മൾ ഈ സമയത്ത് പരമാവധി വാരി കൂട്ടാൻ വേണ്ടി ശ്രമിക്കണം. ഇസ്ലാമിനെ ശരിക്കും മനസ്സിലാക്കി ഇസ്ലാമിക മാർഗത്തിൽ നിങ്ങളുടെ ആ സാമൂഹിക പ്രവർത്തനം, പൊതുപ്രവർത്തനം ഇതൊക്കെ ദീനി മാർഗത്തിൽ വിനിയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇസ്ലാമിക സംഘങ്ങളുടെ കൂടെ കൂടണം. അങ്ങനെ ചെറുപ്പക്കാര് ദീനിയായ ഒരു ഘടനയിൽ ഇങ്ങനെ വളരുമ്പോൾ അവർക്ക് പ്രായമുള്ളവരെക്കാൾ നല്ല ഇസ്ലാമികമായ മാതൃകകൾ ചെറുപ്പക്കാരുടെ ഭാഗത്ത് നിന്ന് കിട്ടും. നമ്മൾ ഈ കാണുന്ന സഹാബാക്കളൊക്കെ ചെറുപ്പക്കാരായിരിക്കും കേട്ടോ. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ മുശ്രിക്കുകൾ തൂക്കുമരത്തിലേക്കുമ്പോൾ 25 വയസ്സാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ഫാത്തിമ ബീവി എന്നൊക്കെ പറയുമ്പോഴും അവർ വഫാത്താവുമ്പോൾ 26 വയസ്സുള്ളൂ. 26 വയസ്സുള്ളൂ. നമ്മൾ ഈ അതൊക്കെ അറബി മാസം പ്രകാരം റസൂലുള്ള പോലെ 63 എന്ന് പറഞ്ഞാൽ പറ്റില്ല. നമ്മളെ ഇംഗ്ലീഷ് മാസം കണക്കാണെങ്കിൽ 61 വയസ്സിൽ റസൂൽ വഫാത്തായിരിക്കും. 61 എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രായം തരണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ചെറുപ്പക്കാരുടെ സംഘമായിരുന്നു ഇസ്ലാമിനെ ഏറ്റവും നല്ല രൂപത്തിൽ വളർത്തി ലോകത്ത് മുഴുവൻ എത്തിച്ചത്. വളർത്തി വളരെ ഉന്നതമായ സ്ഥാനത്ത് എത്തിച്ചത്. അപ്പൊ ഈ വിഷയത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പൊ യുവത്വ കാലഘട്ടത്തിൽ മഹ്ശറയിൽ ആർക്കും തണൽ കിട്ടാത്ത സന്ദർഭത്തിൽ ആ വിഭാഗം ആളുകൾക്ക് മഹ്ശറയിൽ തണൽ കിട്ടും എന്ന് മനസ്സിലാക്കി. പിന്നെ യുവാക്കൾക്ക് ഒരു വിചാരം ഉണ്ടാവും, ഞങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്, ഉഷാറാണ്, എങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങൾ നല്ല ഇതിലാണ്. പക്ഷെ പഠിച്ചോൻ ചിലപ്പോ യുവാക്കളെയും തിരിച്ചു വിളിക്കാറുണ്ട്. ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകും. പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം ഇടക്കിടക്ക് വിളിക്കുന്നു. നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ ചെറുപ്പക്കാരാണ് ഇടക്ക് വിളിക്കുന്നതായിട്ട് കാണും. ചെറുപ്പക്കാർക്ക് പ്രായമുള്ളവരെക്കാൾ കൂടുതൽ അപകടങ്ങൾ പറ്റുന്നുണ്ട്, രോഗങ്ങൾക്ക് വിധേയമാകുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഏത് പ്രായത്തിലും അല്ലാഹുവിലേക്ക് യാത്ര തിരിക്കാം. പിന്നെ നന്നാകാന്ന് വിചാരിക്കാൻ വെക്കാൻ പാടില്ല. ഇപ്പൊ കുറച്ചടിച്ച് കൊടുക്കട്ടെ, പിന്നെ നന്നാകാന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരും. ചെറുപ്പക്കാർ ഞാൻ ചിരിച്ച് മതിച്ച് രസിച്ച് കഴിച്ചു കൂട്ടുന്നുണ്ട്. പക്ഷേ അവരുടെ മയ്യത്ത് പൊതിയാനുള്ള കഫം പുടവ അത് തയ്യാറായിരിക്കുന്നു, നെയ്തുകൊണ്ടിരിക്കുന്നു എന്ന വിവരം അവരറിയുന്നില്ല. ചിലപ്പോ പൊന്നാനി അങ്ങാടിയിലെ ടെക്സ്റ്റൈൽ വന്ന് അവിടെ തുണിക്കടയിൽ മയ്യത്തിന്റെ തുണി ഉണ്ടാവും, അതവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ആർക്ക് വേണമെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. ടെക്സ്റ്റൈലിന്റെ ആർക്കും ആകാൻ. അപ്പൊ യുവാക്കളായ ആളുകൾ മനസ്സിലാക്കണം, നാളെ റബ്ബ് ഒരുപക്ഷെ എന്നെയായിരിക്കും വിളിക്കുക. എന്നെ വിളിക്കും ചിലപ്പോ. ആ വിളിക്കുമ്പോ ചിലപ്പോ ഞാനായിരിക്കും അള്ളാഹുവിലേക്ക് പുറപ്പെടുന്നത്. അതുകൊണ്ട് ഈ സമയം ശരിക്കും ഉപയോഗപ്പെടുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല എനിക്ക് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കണം. കുറച്ച് ചെറിയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുക മാത്രമാണ് ഇപ്പൊ ചെയ്യുന്നത്. നമ്മളെ വഴിതെറ്റിക്കുന്ന ഒരുപാട് പുതിയ പുതിയ വഴികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് പ്രായമുള്ളവർക്കൊന്നും അറിഞ്ഞുകൂടാത്ത വഴിതെറ്റിപ്പോകാവുന്ന ഒരുപാട് ചതിപ്പുടികൾ പുതിയ ലോകത്ത് അതിലൂടെ നമ്മൾ ചെറുപ്പക്കാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെയും പുതിയ സംവിധാനങ്ങളുടെയും ഒക്കെ ലോകത്ത് നമ്മളെ ഞാൻ പറഞ്ഞ ഈ ലോകത്തൊക്കെ ഇത്തിരി ഈമാനോട് കൂടി ജീവിച്ചാൽ പടച്ചോ നമ്മളെ പൊക്കിക്കൊണ്ടുപോകും. അത്രയും ഉന്നത സ്ഥാനത്തെ നമ്മൾ അംഗീകരിച്ചു തരും അല്ലാഹു തആല. റസൂലൊക്കെ പറഞ്ഞു, അല്ലാഹു റസൂലൊക്കെ പറഞ്ഞു, ഇന്നല്ലാഹ ലയഅജബു മിനശ്ശാബി
ലൈസത്ത് ലഹു സബുവ, അവിവേകങ്ങളിലേക്ക് ചായുന്ന പ്രകൃതമില്ലാത്ത, തെറ്റിലേക്കൊന്നും ചാഞ്ഞു പോകാത്ത പ്രകൃതമില്ലാത്ത യുവാവിനെ കണ്ട് അള്ളാഹു അത്ഭുതപ്പെടും എന്നാണ്. ചില ചെറുപ്പക്കാരുണ്ടില്ലേ, വേണ്ടാത്തരത്തിൽ ഒന്നും പോകില്ല, എന്നാലോ അവർ ദീനിയായ ഘടനയിൽ അങ്ങനെ ചെയ്യും. ഈ ചെറുപ്പക്കാരനെ കണ്ട് അള്ളാഹു തആല അത്ഭുതപ്പെടും എന്നാണ്. നമ്മളെ കുറിച്ചൊരു നല്ല വീണ്ടുവിചാരം നടത്തണം. നല്ല വീണ്ടുവിചാരം നടത്തി അങ്ങനെ വരുമ്പോഴാണ് പ്രാർത്ഥനയിൽ മുതിർന്നവരൊക്കെ നടത്തേണ്ട പ്രാർത്ഥന റസൂൽ പഠിപ്പിച്ചു. അല്ലാഹുമ്മ അസ്ലിഹ് ശബാബൽ മുസ്ലിമീൻ, അല്ലാഹുവേ മുസ്ലിംകളിലെ യുവാക്കളെ നീ നന്നാക്കി തരണമേ. വഹ്ദിഹും സുബിലസ് സലാം, സമാധാനത്തിന്റെ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കണേ അവർക്ക്. വജഅൽഹും ദുഖറൻ ലിൽ ഇസ്ലാം വൽ മുസ്ലിമീൻ, അവരെ മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും നിധിയാക്കി ആ യുവാക്കളെ മാറ്റണേ എന്നതാണ്. ശരിക്ക് അതിന് നമ്മുടെ രക്ഷിതാക്കൾ നല്ല ഒരുങ്ങണം. ഞാൻ നേരത്തെ പറഞ്ഞ പഠിക്കാൻ പറ്റി മാത്രമല്ല, വീട്ടിൽ അവരെ ഇസ്ലാമികമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിൽ, യുവാക്കളെ കൂടെ കൂട്ടുന്നതിൽ വളരെ ശ്രദ്ധിക്കണം. ഇതിന് ഇത്തരം പൊതു ഇസ്ലാമിക മൂല്യവേദികളിലും മറ്റുമൊക്കെ യുവാക്കൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുകയും അവരെ കാര്യങ്ങളെ ഏൽപ്പിക്കുകയും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന നിലപാടുകളും ഉണ്ടായിരിക്കണം. ചുരുക്കം പടച്ചോനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യുവത്വ കാലഘട്ടം ചെലവഴിക്കുന്ന ഒരാൾക്ക് നാളെ അല്ലാഹുവിന്റെ മഹ്ശറയിൽ നല്ല തണൽ ലഭിക്കും, പടച്ചവന്റെ വലിയ അനുഗ്രഹം ലഭിക്കും. യുവത്വ കാലഘട്ടം കഴിഞ്ഞു പോയ ആളുകൾ തങ്ങളുടെ ആ നല്ല കാലത്ത് ചെയ്ത പ്രവർത്തനങ്ങൾ അല്ലാഹുവിനോട് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു പ്രായമുള്ള ആളോട് നിങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ ഏറ്റവും ഖേദം എന്തായിരിക്കും, ഏറ്റവും നീ ഖേദിക്കുന്ന വിഷയം എന്തായിരിക്കും ചോദിച്ചാൽ, എന്താ നല്ല കാലം ഞാൻ അങ്ങനെ വേണ്ട പോലെ ഉപയോഗിച്ചില്ല എന്ന ഒറ്റ മറുപടി. എന്നോട് എൻ്റെ വാപ്പ എപ്പോഴും പറയും, നീ വലുതാവുമ്പോൾ നീ ആലോചിക്കും ഈ നല്ല കാലത്ത് നന്നായിട്ട് കിതാബ് പഠിക്കായിരുന്നു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പിന്നെ പഠിച്ചാൽ നമ്മളൊക്കെ ഇങ്ങനെ ഓരോന്ന് പഠിക്കുമ്പോൾ തലയിൽ കയറില്ല. ചിലപ്പോൾ അന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കണമെന്ന് നമുക്ക് തലയിൽ നിൽക്കില്ല. ഇതൊക്കെ കൊത്തിവെച്ച പോലെ കിട്ടിയ ഒരു പ്രായമാണ്. പക്ഷെ ആ പ്രായം അവിടെ നിൽക്കൂല, സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസവും നമ്മളിൽ ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദുനിയാവിൽ നിന്ന് ഇങ്ങനെ അകലുകയാണ്, ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ജനിച്ചാൽ പിന്നെ ആ മരണത്തിന്റെ ഓരോ ദിവസവും കൗണ്ടൗണാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു തിരിച്ചറിവ് നമ്മൾ ഉണ്ടാക്കുകയും ചെറുപ്പക്കാരി ഇസ്ലാമികമായി ഉണർവിലേക്ക് വരികയും അതൊരു പുതിയ ഉഷാറായിരിക്കും. പല സൊസൈറ്റികളും ഇന്ന് നശിച്ചുകൊണ്ടിരിക്കും. കാരണം ചെറുപ്പക്കാരില്ല. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ചെറുപ്പക്കാരില്ല. രണ്ട്, ഉള്ള ചെറുപ്പക്കാരൊക്കെ വഴിതെറ്റിക്കൊണ്ടിരിക്കും. ആ സന്ദർഭത്തിൽ ചെറുപ്പക്കാർ ഉണ്ടാവുകയും അവര് ദീനിന്റെ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഇസ്ലാമിക സൊസൈറ്റിക്ക് ഉണ്ടാക്കാൻ കഴിയും. ആ വ്യക്തിക്ക്, കുടുംബത്തിനും അത് വലിയ അഭിമാനവും നല്ലൊരു സംഗതിയും ആയി മാറും. ഇത് ഏറ്റവും കൂടുതൽ യുവാക്കൾ എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാരായ പുരുഷന്മാരെ കുറിച്ച് ചിന്തിച്ചാൽ പോരാ, ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് പെൺകുട്ടികളുടെ കാര്യത്തിലാണ്. ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ വ്യതിചലിച്ചു പോകുന്നതും വഴിതെറ്റി പോകുന്നതും ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോകുന്നതും ഇസ്ലാമിനെ പരിരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതും വൃത്തികേടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെറുപ്പക്കാരായ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളാണ്. അതിനൊരു കാരണം, അതിന് ഏറ്റവും വ്യതിചലിക്കുന്നത് മുസ്ലിം പെൺകുട്ടികളാണ്. അതിന് കാരണം ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞതാണ്. മുസ്ലിം ചെറുപ്പക്കാരായ ആളുകൾക്ക് പല ഉദ്ബോധനങ്ങളും പള്ളിയിൽ നിന്നും പല രീതിയിൽ നിന്നും അവർക്ക് ലഭ്യമാകുന്നുണ്ട്. അതേസമയം മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾക്ക് ഒരു ഇസ്ലാമിക മൂല്യവും കിട്ടുന്നില്ല, ഒരു ഉപദേശവും ലഭിക്കുന്നില്ല. കിട്ടുന്നതൊക്കെ നെഗറ്റീവാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കോ, സോഷ്യൽ മീഡിയ ഒക്കെ പരിചയപ്പോ എല്ലാ വൃത്തികളും ചെയ്യുന്നത് മുസ്ലിം പെൺകുട്ടികളാണ്. ചില മുസ്ലിം പെൺകുട്ടികൾ പേരെന്നെ മാറ്റിയിട്ട് കൗമിന് വേറെ ആയിട്ട് വൃത്തികൾ ചെയ്യണം. അതേപോലെ തന്നെ നിരീശ്വരത്വം പറയുന്നതിൽ, നിരീശ്വരവാദികളാകുന്നതിൽ, എക്സ് മുസ്ലിങ്ങളാകുന്നതിൽ ചെറുപ്പക്കാരായ ആണുങ്ങളെക്കാൾ എത്രയോ അധികം പെണ്ണുങ്ങളാണ്. കാരണം
നമ്മുടെ വീട്ടിലെ പെൺകുട്ടികളെയും ഈ കൾച്ചറിൽ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, പുരുഷന്മാർക്കും നല്ല ദീനുള്ള ഇണയെ കിട്ടണമെങ്കിൽ ചെറുപ്പക്കാരികൾക്കും ദീനുണ്ടാകണം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഒരു സൗഭാഗ്യം തന്റെ വിശ്വാസദാർഢ്യത്തിലേക്ക് നയിക്കുന്ന ഒരു സദ്വൃത്തയായ ഇണയെ കിട്ടലാണ്. ഈ വക വിഷയങ്ങളൊക്കെ ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹ്ശറിൽ തണൽ കിട്ടുന്ന രണ്ടാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ ഇബാദത്തിൽ വളർന്ന അള്ളാഹു തആല നമ്മുടെ യുവത്വ കാലഘട്ടത്തെ ശരിക്കും ഉപയോഗിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആ യുവത്വ കാലത്ത് ചെയ്ത അമലുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.